ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കസിൻ ശ്രുതിയുടെ ഒരു വെജിറ്റബിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടൊരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയാൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊന്നായി വന്നാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് ആയി വന്നാൽ ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. തക്കാളി വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കറിയുടെ കട്ടിക്കനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. തേങ്ങയൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നമുക്ക് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ പുളി കുറവായതുകൊണ്ടാണ് ഞാൻ 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ തൈരെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തൈര് ചേർത്താൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ തൈര് കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്